ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു യമ്മി ആൻഡ് ടേസ്റ്റി ട്യൂണ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വാ, ഞാനൊരു പകുതി സവോള, ഇച്ചിരി ഗാർലിക്ക്, ഒരു ഇച്ചിരി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ചില്ലി ഓയിൽ, 2 ക്യാൻ ട്യൂണ, മയോ, പെപ്പർ പൗഡർ, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു പാൻ എടുത്ത് ഞാനൊരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് ചൂടാക്കാൻ വെച്ചു. ഈ വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് സവോള ആഡ് ചെയ്തു. സവോള ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം, അതുവരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് മൊരിയരുത്, ഇതിങ്ങനെ സോട്ടായി വന്നാൽ മതി. ഇത് നല്ലൊരു ഓപ്ഷനാണ് സ്റ്റുഡൻസിനൊക്കെ, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഈസിയുമാണ് ഉണ്ടാക്കാൻ, 10 മിനിറ്റിൽ ഉണ്ടാക്കി കഴിയും. എന്നിട്ട് ഈ സോട്ടായി വന്ന സവോളയിലോട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. ഇതൊന്ന് മിക്സായി വരണം. ഇത് മിക്സായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ യെല്ലോ കളർ ക്യാപ്സിക്കം ആണ് കിട്ടിയത്. ഞാൻ പച്ചയൊക്കെ ഇട്ടാലും പിള്ളേർക്കൊക്കെ നല്ല കളർഫുള്ളായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ ആണ് ആഡ് ചെയ്യുന്നത്. ക്യാപ്സിക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതൊന്ന് വറ്റി വരണം. ക്യാപ്സിക്കം ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇതൊന്ന് സോട്ടായി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ട്യൂണ ആഡ് ചെയ്യുന്നുണ്ട്. ട്യൂണയ്ക്ക് ഒത്തിരി ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട്. നമ്മളത് കഴിച്ചാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് വെറുതെ കഴിക്കുന്നവരും ഉണ്ട്, പക്ഷേ സാൻഡ്വിച്ചായിട്ട് കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യമ്മി സാൻഡ്വിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഈ ട്യൂണ ഇതായിട്ട് നന്നായി മിക്സായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു എരിവിന് വേണ്ടി. ഒരു ഫ്ലേവറും കിട്ടും പെപ്പർ പൗഡറിൻ്റെ. ഇത് നന്നായി ഒന്ന് സോട്ടായി വരണം. ഇതിലോട്ട് ഈ ടൈമിൽ ഒരു ഇച്ചിരി ലെമണും ആഡ് ചെയ്യാം. ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. ഇതിലൊരു ഇച്ചിരി ലെമണും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഗാർലിക് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പും ഇടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്കിടാം. ഈ ഗാർലിക്ക് ഞാൻ ഈ ടൈമിൽ ഇടുന്നത്, ഈ ഗാർലിക്ക് കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ഇടുന്നത്. ആ ഫ്ലേവർ നമുക്ക് കിട്ടണം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ഞാൻ ഇതിലോട്ട് മയോ ആഡ് ചെയ്യുന്നുണ്ട്. മയോയും ചില്ലി ഓയിലും ആഡ് ചെയ്യുന്നുണ്ട് ഒരു എരിവിന് വേണ്ടി. ചില്ലി ഓയിൽ ഇല്ലാത്തവർക്ക് ചില്ലി സോസോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത പച്ചമുളക് ഇട്ടാലും നല്ലതാണ്. എന്നിട്ട് മയോ ഇട്ട് ഞാനിത് നന്നായി സോട്ട് ചെയ്ത് ബ്രെഡിലിട്ട് കഴിച്ചു. നല്ലതാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.